വരപ്രസാദയാണ് പരിശുദ്ധ മറിയം. വരദാനങ്ങളാൽ നിറയാൻ കൊതിക്കുന്ന മക്കളെ അവൾ നിരാശരാക്കുകയില്ല. അമ്മേ, സകല വരങ്ങളും നൽകി ഞങ്ങളെ വീണ്ടെടുത്താലും. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ, എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു കഥാപാത്രമാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇങ്ങനെയാണ്: പുള്ളിക്കാരൻ കിന്നരം വായിക്കുമ്പോൾ പിശാചുക്കൾ ഇറങ്ങിപ്പോകുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും നല്ല രാജാവായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദാവീദിൻ്റെ പേരാണ് നമ്മൾ പറയുക. പക്ഷേ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ഇരുണ്ട അധ്യായം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോഴെങ്കിലും ബോധപൂർവം മറന്നു പോകുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിന്റെ ഇരുണ്ട കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ദാവീദിന്റെ മക്കൾ ഇങ്ങനെ ചീഞ്ഞു നാറുന്നത് കാണുന്ന മനുഷ്യനാണ് ദാവീദ്. ഇപ്പൊ എവിടെയാണ് ദാവീദിന് പറ്റിയ പരിക്ക്? നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഊറിയ എന്ന് പറയുന്ന അവൻ്റെ ഭാര്യയായിട്ട് ബത്ശബയായിട്ട് പാപം ചെയ്തതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പരിക്ക് എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ കുറെ എടുക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അതിലൂടെ ഒരു വെളിപ്പെടുത്തൽ നൽകിയത് അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരു സിന്ന് ഇവൻ ചെയ്തിട്ടുണ്ട്. ദാവീദ് ചെയ്ത ഒരു സിന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദ് രാജാവ് ഈ ബത്ശബയെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി അവളുടെ ഭർത്താവായ ഊറിയായെ ചതിയിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ദാവീദിന്റെ ജീവിതത്തിന്റെ അഭിഷേകം നഷ്ടപ്പെടുന്നതിന്റെ ഏക കാരണമായിട്ട് പറയണം. ചതിച്ച ദാവീദ്, നമ്മൾ പാട്ടിലൊക്കെ പറയില്ലേ, ചന്തു ചതിച്ച ചതിയാണർച്ചേ. ചന്തു ചതിച്ചു എന്ന് പാണന്റെ പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ മലയാളിത്തത്തിന്റെ പാട്ടുകളിലൊക്കെ കൊണ്ടുവരുമ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയോ? നീ ആരെയും ചതിക്കരുത്, ചീറ്റ് ചെയ്യരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മക്കളൊക്കെ, പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചീറ്റിംഗ് ഒന്നും ഒരു കുഴപ്പമില്ലാത്ത കാലം. ഇപ്പോഴത്തെ ഒരു ടൈം പോലും ഇങ്ങനെയാണ്, തേച്ചൊട്ടിച്ചു പോയി എന്നൊക്കെ. തേച്ചു പോയച്ചാ ആ വേർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരെന്ത് സിമ്പിളായിട്ടാണ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒരുമിച്ച് സ്നേഹം പങ്കിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവരിങ്ങനെ തേച്ചൊട്ടിച്ചു പോകുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തേച്ചു പോയി അല്ലെങ്കിൽ അവളെ തേച്ചു പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ ചതിച്ചു എന്നതിൻ്റെ വാക്കുകൾ ഇങ്ങനെ പല അനുരണനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, നിങ്ങൾ വചനം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ദാവീദ് ഊറിയായ ചതിച്ച അന്നു മുതൽ ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടകാലത്തിന്റെ മാക്സിമത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഈ കുഞ്ഞു മരിച്ചത് മാത്രമല്ല, ദാവീദിന്റെ മക്കളാണ് അബ്സലോം, അമ്നോൻ, താമാർ. ഇതൊക്കെ ദാവീദിന്റെ മക്കളാണ്. ഈ ദാവീദിന്റെ മക്കളൊക്കെ നശിച്ചു പോകണം. അബ്സലോമിനെ കുറിച്ച് എഴുതിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അബ്സലോം ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു കോവർക്കഴുതയുടെ പുറത്ത് പോകുന്ന സമയത്ത് ഒരു ചെടിയുടെ മുകളിൽ പിടിച്ച് അവനിങ്ങനെ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഇങ്ങനെ തകർന്നു പോവാ. സൂയിസൈഡ് ചെയ്യണ പോലെ അബ്സലോമിന്റെ ജീവിതം തീരുക. അബ്സലോം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ മകനായ അബ്സലോമാണ് അമ്നോൻ എന്ന് പറയുന്ന സ്വന്തം സഹോദരനെ കൊന്നുകളയുന്നത്.
ഇനി സ്വന്തം സഹോദരനായ അമ്നോൻ ചെയ്യുന്നത് എന്താ? അവന്റെ സ്വന്തം പെങ്ങള് താമാറിന്റെ കൂടെ ശരീരം പങ്കിട്ട് അവളെ വ്യഭിചരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വചനം എഴുതിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ്: ദാവീദ് ഊറിയായോട് ചീറ്റിങ് ചെയ്ത സമയം മുതൽ അവന്റെ ജീവിതത്തിന്റെ തലയുടെ മുകളിൽ ഒരു വാള് ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഒരു വാളിങ്ങനെ നിൽക്കാൻ തുടങ്ങിയത് അവന്റെ വീടിന്റെ ഐശ്വര്യം മുഴുവൻ ഇങ്ങനെ കെടുത്തിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ദാവീദ് ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്ന കാര്യം എങ്ങനെയാണ്: ഞാൻ ഇനി ആരെയും ചതിക്കില്ല, ഞാൻ ആരെയും ചീറ്റിയില്ല എന്ന് പറഞ്ഞ് 51-ാം സങ്കീർത്തനം പാടിയപ്പോഴാണ് 91-ാം സങ്കീർത്തനത്തിലൂടെ ദൈവം അവനോട് പറഞ്ഞത്: ഇന്ന് നിനക്ക് കാവൽ നിൽക്കാൻ ഞാൻ ദൂതന്മാരെ അയക്കും, ഇനി നിനക്ക് അപകടം ഉണ്ടാവുകയില്ല എന്ന്. ഇപ്പൊ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മള്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് ഓർക്കണം, എൻ്റെ വാക്കുവഴി, എൻ്റെ പ്രവൃത്തി വഴി എൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഞാൻ ചീറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ദിവസങ്ങളൊക്കെ സഹോദരങ്ങളെ ചീറ്റ് ചെയ്യുന്ന എത്ര കഥകൾ കേൾക്കണം. സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്ന സംഭവങ്ങൾ. ഇനി ഈ ധ്യാനങ്ങൾക്കൊക്കെ ഈ ദിവസങ്ങളൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഇത്രയും നമ്മുടെ നാട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഒരു ചേട്ടനെയൊക്കെ സ്വന്തം സഹോദരനെ ഇങ്ങനെ സ്വന്തം ഉദരത്തിൽ നിന്ന്, അതാണ് സഹോദരൻ എന്നാണ് പറയണത്, ഒരേ ഉദരത്തിൽ നിന്നും വരുന്നവനെയാണ് സഹോദരൻ എന്ന് പറയണത്. ആ സഹോദരനെ ചീറ്റ് ചെയ്യണ എത്ര കഥകൾ എന്ന് പറഞ്ഞാൽ, സ്നേഹിതരെ, നമ്മൾ ഒരാളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രക്ഷയില്ല. അതല്ലേ യൂദാസിന്റെ പരിക്കൊക്കെ. യൂദാസ് ചീറ്റ് ചെയ്തു, കൂടെ നടന്നവനെ ചീറ്റ് ചെയ്ത്. ഇത്ര വലിയ നെറുകെട്ട കാര്യം ചെയ്യണേ. അതുകൊണ്ടാണ് യൂദാസിനെ നോക്കിയിട്ട് ഈശോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു: മോനെ, നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്ക് മാതാവിൻ്റെ അടുത്ത് പറയും, നമ്മൾ ആരെങ്കിലുമൊക്കെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യേനെ, നിന്റെ മക്കളൊക്കെ മാതാപിതാക്കളെയൊക്കെ ചീറ്റ് ചെയ്യുന്നുണ്ട്. മക്കളൊക്കെ ഈ ദിവസങ്ങളൊക്കെ അന്യമതത്തിലുള്ളവരോടൊക്കെ കൂടെ സ്നേഹത്തിലൊക്കെ പോകുമ്പോൾ നീ മാതാപിതാക്കളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര കഥകൾ കാണണം. എന്നിട്ട് പിന്നെ നിനക്ക് എങ്ങനെയാണ് ജപമാല കഴുത്തിൽ ധരിക്കാൻ പറ്റുന്നേ? നീ നിന്റെ മാതാപിതാക്കളെ ചീറ്റ് ചെയ്ത് വേറൊരുത്തിൻ്റെ കൂടെ കിടക്കുന്ന രീതിയിൽ പോലും എന്നൊക്കെ പറയുന്ന അത്രയും മ്ലേച്ഛമായ കാര്യത്തിലൂടെയൊക്കെ കടന്നു പോയിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ അഭിനയിക്കില്ലേ? അമ്മ പറയുന്നുണ്ട്, ചീറ്റ് ചെയ്യാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ ആരെങ്കിലുമൊക്കെ ചതിച്ച അനുഭവങ്ങളുണ്ടെങ്കിൽ, ചതിയിൽ പെട്ടുപോയ ജീവിതങ്ങളുണ്ടെങ്കിൽ, ഈ മെയ് മാസ പ്രാർത്ഥനയിലൂടെ അതിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മകൻ്റെ സ്നേഹത്തിലേക്ക് എല്ലാ മക്കളെയും ചേർത്ത് നിർത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സംഭവം: കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രെംലിനിൽ കൂടി പോകുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കാണാം. റഷ്യയുടെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മധ്യേ പരിശുദ്ധ ജനതയുടെ ഏറ്റവും കലാസൗകുമാര്യം തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. ഇബേരിയൻ നാഥ, ആ നാസ്തിക ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ആഗമനം പ്രഖ്യാപിക്കുന്ന പ്രഭാത താരമാണവൾ. റഷ്യ മാനസാന്തരപ്പെടും എന്ന് ഫാത്തിമയിൽ ചെയ്ത വാഗ്ദാനത്തിൻ്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ആ ചിത്രം. ആ ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് ആഥോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ്. സർ ആലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിലിൽ 1648 വിളിച്ചുകൂട്ടി. മൗണ്ട് ആഥോസിലെ സന്യാസവര്യരും അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നു ചേർന്നു. അവർ തങ്ങളുടെ നാഥയുടെ ചിത്രം ആഘോഷപൂർവ്വം സംവഹിച്ചു കൊണ്ടുവന്ന് സാർ ചക്രവർത്തിക്കു സമ്മാനിച്ചു. ചക്രവർത്തി അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കപ്പേളയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ദിവ്യജനനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. 6 വത്സരത്തിനു ശേഷം റഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി. മരണാസന്നനായ ചക്രവർത്തി മാതൃസ്വരൂപം കൊണ്ടുവരുന്നതിന് ആവശ്യപ്പെട്ടു. രൂപം ചക്രവർത്തിയുടെ രോഗശയ്യയ്ക്ക് സമീപം കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹം അത്ഭുതകരമായി രോഗവിമുക്തി പ്രാപിച്ചു. കൃതജ്ഞതാ സൂചകമായി ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ആ രൂപം സ്ഥാപിച്ചു. അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 1917 കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രെംലിനിൽ ദൈവമാതാവിൻ്റെ പ്രതിഷ്ഠിച്ച ഒരു ദേവാലയം ഉണ്ടായിരിക്കുക എന്നത് അസ്ഥാനത്തായി. അവർ റഷ്യയിലെ ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോൾ അതും നശിപ്പിച്ചു. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കലാപ്രേമി പ്രസ്തുത രൂപം ഒരു മഹത്തായ കലാസൃഷ്ടിയാണെന്നറിഞ്ഞ് മതവിരുദ്ധ കലാശാലയിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്.
ആ തിരുസ്വരൂപം അവളുടെ വിമലഹൃദയ വിജയത്തെ പ്രതീക്ഷിച്ച് അവിടെ നിലകൊള്ളുന്നു. പ്രാർത്ഥന. ദേവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്നും അങ്ങേ വിരക്ത ഭർത്താവായ മാറൗസേപ്പും ഉണ്ണിമിശിഹായും അനേകം യാതനകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. എങ്കിലും അതെല്ലാം ദൈവ തിരുമനസ്സിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവ്വം അഭിമുഖീകരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ. അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു. അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ,
അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. വിനയത്തിന്റെ മാതൃകയായ കന്യകാ മാതാവേ, ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ. മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ,